താരപുത്രനാണെങ്കിലും അച്ഛൻ്റെ അതേ രീതി പിന്തുടർന്ന് മലയാള സിനിമയിലെ യുവതാരോദയമായി മാറിയ ഒരു വ്യക്തിയാണ് അനൂപ് സത്യൻ. സംവിധായകൻ സത്യൻ അന്തിക്കാടിന്റെ മകനായ അനൂപ് സത്യൻ ഇന്നോടകം തന്നെ മലയാള സിനിമയെ പിടിച്ചുകെട്ടിക്കഴിഞ്ഞു. പ്രത്യേകമായ രീതിയിൽ, പ്രത്യേകിച്ച് പഴയ സത്യൻ അന്തിക്കാട് ചിത്രങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കാൻ സാധിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ അച്ഛന് അഭിമാനിക്കാം ഈ മകനെക്കുറിച്ച്. ഇപ്പോഴിതാ മറ്റൊരു കാര്യത്തിൽ കൂടി തന്റെ അഭിമാന നേട്ടത്തെക്കുറിച്ച് അനൂപ് പറഞ്ഞെത്തിയിരിക്കുകയാണ്. അച്ഛൻ ഉപയോഗിക്കാതിരുന്ന, അച്ഛൻ്റെ ആവശ്യമില്ലാത്ത വേസ്റ്റ് സാധനങ്ങൾ സൂക്ഷിച്ചിരുന്ന ഒരു പ്രോപ്പർട്ടി, ആ പ്രോപ്പർട്ടി ഇന്ന് നമുക്ക് കാണുന്നതിലും മികച്ച രീതിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് അനൂപ് സത്യൻ. ഹിമാലയസിൽ പോയപ്പോൾ ചായയും മാഗിയും കഴിക്കാനിരുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഇപ്പോഴും ഓർമ്മയുണ്ട്. ചുറ്റും ബാൽക്കണികൾ നിറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റ്. ആ റെസ്റ്റോറൻറ്റിൻ്റെ രൂപകൽപ്പനയിൽ ഇപ്പോൾ എറണാകുളത്തെ അച്ഛൻ്റെ മക്കളുണ്ടായിരുന്ന വീട് ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ് അനൂപ് സത്യൻ. ചലച്ചിത്ര സംവിധായകനാണ് അനൂപ് സത്യൻ. പ്രശസ്ത സംവിധായകൻ സത്യൻ അന്തിക്കാടിന്റെ മകൻ. ദുൽഖർ സൽമാൻ, ശോഭന, കല്യാണി പ്രിയദർശൻ, സുരേഷ് ഗോപി എന്നിവരെ പ്രധാന കഥാപാത്രമായി ഒരുക്കിയ വരനെ ആവശ്യമുണ്ട് എന്നതാണ് അദ്ദേഹം ആദ്യം സംവിധാനം ചെയ്ത ചിത്രം. ആ ചിത്രത്തിന് സൈമ അവാർഡ്സ് ഉൾപ്പെടെ നിരവധി അവാർഡുകൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ചലച്ചിത്ര സംവിധായകനായ അനൂപ് സത്യന്റെ വാർത്തകൾ ഇതിനു മുൻപും സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ളത് തന്നെയാണ്. നടൻ ശ്രീനിവാസന്റെ മരണത്തോടനുബന്ധിച്ച് പലരും കുറിപ്പുകൾ പങ്കുവച്ചിരുന്നുവെങ്കിലും അനൂപ് സത്യന്റെ കുറിപ്പ് തന്നെയായിരുന്നു അന്ന് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ഏറ്റെടുത്തത്. 1985 ജനിച്ച അദ്ദേഹം വളരെ വൈകി തന്നെയാണ് സിനിമകളിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം സിനിമകൾക്കൊക്കെ അറിയാൻ സാധിച്ചു. എപ്പോഴും അദ്ദേഹം സംസാരിക്കുന്ന അദ്ദേഹത്തിന്റെ അച്ഛനെ കുറിച്ച് തന്നെയാണ്. ഇപ്പോഴും അത് തന്നെയാണ് എന്ന് പറയാം. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഒരു വീടിനെ കുറിച്ചാണ് അനൂപ് സത്യൻ പറയുന്നത്. അച്ഛൻ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനും സ്റ്റോർ ഹൗസായും ഒക്കെ വച്ചിരുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ അച്ഛൻ വേസ്റ്റ് സൂക്ഷിച്ചിരുന്ന സ്ഥലമാണ്. ഞാൻ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച് ഇങ്ങനെയാക്കി എടുത്തു. വളരെ മിനിമലായിട്ട് ചെയ്ത വീടാണ്. ശരിക്കും പറഞ്ഞാൽ എറണാകുളത്ത് ഇങ്ങനെ സ്ക്രിപ്റ്റ് എഴുതാനൊക്കെ ഒരു വീട് വേണം. ശാന്ത സൗകര്യമായിട്ടൊരു വീട്, കിളികളുടെ ഒച്ചയും വളരെയധികം തണുപ്പും ഒക്കെ കിട്ടുന്നൊരു അന്തരീക്ഷം. അങ്ങനെ തന്നെയാണ് ഇത് നിർമ്മിക്കാനുള്ള പദ്ധതി വന്നത്. ഒരുപാട് പേരൊന്നും തങ്ങി നിൽക്കാനില്ലാത്തത് കൊണ്ടും അങ്ങനെ സ്ഥിരമായൊരു വീടല്ലാത്തത് കൊണ്ടും തന്നെ ഇതിന് വലിയ രീതിയിലുള്ള മെയിൻ്റനൻസ് ഒന്നും ഞങ്ങൾ നോക്കിയില്ല. പക്ഷെ നല്ല രീതിയിൽ ഇത് എത്തിക്കാൻ ശ്രമിച്ചു. അന്ന് ഞാൻ ഹിമാലയത്തിൽ പോയപ്പോൾ ചായയും മാഗിയും കഴിച്ച വീട് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിരുന്നു. അവർക്ക് അവരുടേതായ പ്രൈവറ്റ് സ്പേസ് ഉണ്ടായിരുന്നുവെന്ന്. വിശാലമായ സ്ഥലം, ഇരുന്ന് ചിന്തിക്കാനൊക്കെ പറ്റിയ സ്ഥലം. അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ വരും. നമ്മൾ സാധാരണ വീട്ടിലിരുന്ന് എഴുതും പോലെയല്ല, ഇതിന് ഒരുപാട് കാര്യങ്ങൾ മാറ്റം പറ്റും. അതൊക്കെയാണ് ഇപ്പോൾ സത്യൻ അന്തിക്കാടിൻ്റെ മകനും എടുത്തത്. അങ്ങനെ തന്നെയാണ് നമുക്ക് എഴുതാൻ പറ്റുക. അച്ഛനും അങ്ങനെയൊക്കെയാണ് എഴുതിയിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെയായിരിക്കാം നമുക്ക് അതിനോടുള്ള ഇഷ്ടമുള്ളതും. ഒന്ന് മാറിയിരുന്ന് ചിന്തിച്ചാൽ മാത്രം വരുന്ന ഐഡിയകൾ ഒരുപാടുണ്ട് എന്ന് അനൂപ് സത്യൻ വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.